സുധീർ എന്ന് പറഞ്ഞ ഒരാള് കാനഡയിൽ നിന്ന് വിളിച്ചിരുന്നു. ഞാൻ ആ നമ്പർ കൊടുത്ത കേട്ടോ. കുഴപ്പമുണ്ടായിരുന്നോ? കുഴപ്പമില്ല, നല്ലൊരു മനുഷ്യൻ. മനുഷ്യനെ ഒരു മോളുണ്ടെന്ന് പറഞ്ഞ് കാനഡയിൽ വൈഫുമാണ്, ജോലിക്ക് പോകുന്നു. അവർ നേരത്തെ കണ്ണൂരുകാരായിരുന്നു, ഇപ്പൊ കുറെ വർഷമായിട്ട് തൃശ്ശൂരാണ്. എൻ്റെ മകളുടെയും പിള്ളേരുടെയും കാര്യങ്ങളും ഈ കേരളീയ ന്യൂസിലും ഒക്കെ കൂടെ വന്നിട്ട് ഇത് കണ്ടിട്ട് അവന് ഹർട്ട് ചെയ്തിട്ട് അവൻ ഞങ്ങളോടൊന്ന് സംസാരിക്കാൻ വേണ്ടി, അതായത് അവൻ്റെ സ്വന്തം ആ പുള്ളിക്ക് 52 വയസ്സുള്ള മനുഷ്യനാണ്, എനിക്കറിയാം. പക്ഷേ അപ്പനോട് സംസാരിക്കുന്നതിന് കാര്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരും അരമണിക്കൂർ സംസാരിച്ച് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ സങ്കടത്തിന്റെ കൂട്ടത്തിൽ കൂടി ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞു. അവനും കരഞ്ഞു. എൻ്റെ എന്നിട്ട് അവൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ വാട്സപ്പിൽ അത് ഇതാക്കി കിടപ്പുണ്ട്, നമ്പരും ഒക്കെ ആയിട്ട്. എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയിലോ ഓഡിയോയിലോ വിളിച്ചോളാൻ പറഞ്ഞു. അവൻ ഇടയ്ക്ക് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഇന്നലെ ഒരു അനുഭവം ഉണ്ടായി. അവർ രാവിലെ 8:30, അവിടുത്തെ 8:30 പറഞ്ഞത്, കുഞ്ഞിനെ ട്യൂഷൻ കൊണ്ട് വിട്ടിട്ട്. അപ്പോൾ എന്നോട് ഒരാളെ നമ്പർ ചോദിക്കുമ്പോൾ എനിക്ക് പേടിയാണ്, അതെങ്ങനെ കൊടുക്കും, നിങ്ങൾക്ക് ഉറക്കമാണോ, നിങ്ങളെ ശല്യം ചെയ്യുകയാണോ? അപ്പോൾ ഞാൻ സുധീറിനോട് ചോദിച്ചു, സുധീരെ അവർക്ക് 70 വയസ്സുള്ള മനുഷ്യനാണ് അവർ, അപ്പോൾ എനിക്ക് അവരോട് സംസാരിക്കണം ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തതാണ്. നല്ല അനുഭവമായിരുന്നു. അറിയുന്നുണ്ടോ, നമ്മള് രണ്ടുപേരും ഇന്നലെ കരഞ്ഞുപോയി. ആന്നല്ലേ, ഒരു സംസാരിച്ചു, ഒരു മകൻ സംസാരിക്കുന്ന പോലെ തോന്നിയ, ഒരു മകൻ സംസാരിക്കുന്ന പോലെ ഇന്നലെ രാവിലെ നന്നായിട്ട്. പിന്നെ ഞങ്ങളത് ആ അരമണിക്കൂർ ഞങ്ങള് അത് അതുപോലെയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞു. ഒരു വലിയ സാന്ത്വനമായി. ഭയങ്കരമായി. അത് വലിയ സന്തോഷമായി അല്ലേ? അങ്ങനെ വിളിച്ചപ്പോൾ ഒരു ആശ്വാസം വന്നോ? വിളിച്ച് സംസാരിക്കുമ്പോൾ മാറ്റം വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴത്തേന് ചിന്തകളല്ലേ ഓർത്തോണ്ട് പോകും. ഇപ്പൊ കണ്ടില്ല അവര് പോലീസുകാർ വന്നപ്പോഴല്ലേ വീണ്ടും വീണ്ടും അത് നമ്മളിലേക്ക് ഞങ്ങളിവിടെ സത്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഇപ്പം ഇവിടെ നിന്ന് ഞങ്ങളെ ഇങ്ങനെ ഒരു കാര്യം അവളോട് അവളും പിള്ളേരും ചെയ്യത്തക്ക രീതിയിൽ ഒരു പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ ഒന്നും ഞങ്ങളിതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിൻ്റെ എന്നാണ് തമ്പുരാൻ തപ്പിപ്പിടിക്കാൻ ഞാൻ വിശ്വസിക്കുന്ന ദൈവം അത് വരുത്തി തരുമെന്ന് തന്നെ ഓർക്കാണ്ടിരിക്കുന്നു. ഇപ്പോഴും ഞാൻ പറഞ്ഞു ഇവരിങ്ങനെ കൊണ്ടുവന്നില്ല. ഇപ്പം ഞാൻ ഓർക്കുന്നത് അവനന്ന് തലേ ദിവസം വൈകിട്ട് ഈ നെടുമ്പാശ്ശേരിക്ക് പോയപ്പം ഇറാഖിന് പോയ വഴിക്ക് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞു. പക്ഷേ ഇവൻ്റെ അനിയൻ്റെ ഫോണിൽ നിന്നാണോ, ഈ കൂട്ടുകാരൻ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ്റെ ഫോണിൽ നിന്നാണോ, ഡ്രൈവറുടെ ഫോണിൽ നിന്നാണോ വിളിച്ചെന്ന്. കാരണം ഇവിടെ അവൻ്റെ ഫോണിൽ നിന്ന് വിളിക്കുമ്പോൾ എടുക്കുമ്പോഴേ അറിയാമല്ലോ കിട്ടിയവനാണ്. അല്ലാതെ വിളിച്ചിട്ടാണോ ഇത് ഇവിടെ ഈ പ്രേരണ കൊടുത്തതോ സംസാരിച്ചതോ ഇൻസൾട്ട് ചെയ്തതോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് നമുക്കറിയത്തില്ല. അതിലേക്കൊക്കെ ഇവർ ഇപ്പോൾ കണ്ടില്ലേ. ഇപ്പോഴും എൻ്റെ മകളുടെ ഫോൺ ഇതുവരെ തുറന്നിട്ട് പോലും ഇല്ലെന്ന് ഇന്നും വന്ന പോലീസുകാർ പറയുന്നത്. കൊണ്ടുപോയിട്ട് എത്രയായി ദിവസം, അതായത് മാർച്ച് 8-ാം തീയതി ഫോണുമായിട്ട് പോയതാ. ഇതുവരെ തുറക്കാൻ പറ്റിയില്ല. അവർ പറയുന്നത് ഇവിടെയെല്ലാം നോക്കിയിട്ടൊന്നും പറ്റിയില്ല, കോടതിയിൽ ഏൽപ്പിച്ചിരിക്കുക, സൈബർ സെല്ലുകാർ തിരുവനന്തപുരത്തിന് വിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു. അതെന്നാ അങ്ങനെ ജിസ്മോളുടെ ഫോണൊക്കെ തുറന്നു അതിനകത്ത് പ്രതികളെ 4 പേരെ അറസ്റ്റ് ആയല്ലോ. അപ്പൊ ഞാൻ എപ്പോഴും ഓർക്കുന്നതിനറിയാം, എൻ്റെ മകളുടെ ഫോണും എൻ്റെ മകളെ കെട്ടിയവൻ്റെ ഫോണിൽ നിന്ന് സൈബർ സെല്ലുകാർ ഇതെല്ലാം എടുത്തിട്ട് ആ ന്യൂസ് വെളിയിൽ വരുമ്പോൾ നമുക്ക് ആരാ അതിൻ്റെ ആളെന്ന് അറിയാൻ പറ്റുമല്ലോ എന്ന് ഓർത്ത് നമ്മൾ കൊതിച്ചിരിക്കുക. അന്നാരും ഇപ്പം ഇതുവരെ ആയിട്ടില്ല. മാസം ഇന്ന് 68 ദിവസമായില്ലേ. അപ്പോൾ 68 ദിവസം എന്ന് പറയുമ്പോൾ 8-ാം തീയതി എന്ന് പറഞ്ഞാൽ 2 മാസമായി ഫോണും കൊണ്ടുപോയിട്ട്. എന്തായാലും നീതി കിട്ടട്ടെ. മാർച്ച് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.